ഡോക്ടർ, ഈ തൈറോയിഡിൽ കാണുന്ന എല്ലാ മുഴകളും ക്യാൻസർ ആണോ? അല്ല, തൈറോയിഡിൻ്റെ അസുഖങ്ങൾ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. നമ്മുടെ കഴുത്തിന് മുന്നിൽ കാണുന്ന ഒരു ഓർഗനാണ് തൈറോയിഡ്. ഒരു ഫംഗ്ഷൻ ഉണ്ട്, തൈറോക്സിൻ എന്ന് പറഞ്ഞ ഒരു ഹോർമോൺ ഉണ്ടാക്കുക. അതിന് ബോഡിയിലെ എല്ലാ ലെവലിലും അതിനൊരു ഫംഗ്ഷൻ വരുന്നുണ്ട് തൈറോക്സിനും. അതിൻ്റെ ഈ ഫംഗ്ഷണൽ പ്രോബ്ലം, തൈറോക്സിൻ്റെ അളവ് കൂടുകയോ കുറയുന്നോ ചെയ്യുന്ന ഹൈപ്പോ തൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം എന്നൊരു പ്രോബ്ലം ഉണ്ട്. അതിന് ആ രീതിയിലുള്ളൊരു ട്രീറ്റ്മെൻറ്റ് വേണം. രണ്ടാമത്തത് തൈറോയിഡിൽ കാണുന്ന മുഴകളാണ്. ഏകദേശം ഒരു 20 മുതൽ 50% ആളുകൾക്ക് തൈറോയിഡിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മുഴ കാണും. അതിലൊരു 5 മുതൽ 10% താഴെ ക്യാൻസർ ആവാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ എല്ലാ തൈറോയിഡ് മുഴയ്ക്കൊന്നും ഓപ്പറേഷൻ ആവശ്യമില്ല. ഈ തൈറോയിഡ് മുഴകളിൽ ഈ ഫംഗ്ഷണൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ, അതായത് ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിൽ ശരിയാവാത്ത ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ ഈ മുഴ കാരണം മുഴ വളരെ വലുതായിട്ട് അവിടെയുള്ള അന്നനാളത്തിനെ അല്ലെങ്കിൽ ഈ ശ്വാസനാളത്തിനെയൊക്കെ തടഞ്ഞു നിർത്തി അതിൽ കംപ്രഷൻ വഴി പ്രഷർ സിംറ്റംസ് നമുക്ക് പ്രോബ്ലംസ് ഉണ്ടാക്കുമ്പോഴും, അല്ലെങ്കിൽ ഈ കാണാനൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ അതിൽ ക്യാൻസർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ക്യാൻസർ ആവാനുള്ള സാധ്യത ഉണ്ടെങ്കിലൊക്കെയാണ് നമുക്ക് സർജറി ചെയ്യേണ്ടത്. ഈ മുഴകൾ വരുമ്പോൾ നമ്മൾ എന്തായാലും ഒരു അൾട്രാസൗണ്ട് സ്കാൻ എടുക്കണം. അതനുസരിച്ച് അത് മാത്രമല്ല ഒരു ബ്ലഡ് ടെസ്റ്റും ചെയ്യണം. തൈറോയിഡിൻ്റെ അളവ് നോക്കുന്ന TSH ടെസ്റ്റും ചെയ്യണം. അപ്പം ഈ അൾട്രാസൗണ്ട് വെച്ചിട്ട് അതിൽ ക്യാൻസർ ആവാനുള്ള റിസ്ക് കാറ്റഗറി നമ്മൾ ചെയ്യും. അത് ക്യാൻസർ ആവാൻ സാധ്യതയുണ്ടോ, അതനുസരിച്ച് നമ്മളതിൽ FNAC കുത്തി പരിശോധന നടത്തിയിട്ടാണ് ക്യാൻസർ ആണോ അല്ലെന്ന് തീരുമാനിക്കുന്നത്. അതിൽ ക്യാൻസർ ആണെങ്കിലോ, ക്യാൻസറിനുള്ള സാധ്യത ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ പ്രഷർ സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിലോ മാത്രമേ നമ്മൾ ഓപ്പറേഷൻ ചെയ്യേണ്ട കാര്യമുള്ളൂ.